പിണറായിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്. ഇ.ഡി. റെയ്ഡിന് വന്ന ആളുടെ വാഹനം അടിച്ചു തകർത്ത ഡ്രൈവർക്ക് വാഹനം റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച പിണറായി ഇ.ഡി. അത് റെഡിയാക്കി കൊടുത്തിരിക്കുന്നു. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീടിന് മുന്നിലെ പ്രതിഷേധത്തിനിടെ CPM പ്രവർത്തകർ തകർത്ത ടാക്സിക്ക് ഇ.ഡി. നഷ്ടപരിഹാരം നൽകി. മുഴുവൻ നഷ്ടപരിഹാര തുകയും കൈമാറി. തിരുവനന്തപുരം സ്വദേശിയായ ടാക്സി ഡ്രൈവർക്കാണ് പണം കൈമാറിയത്. അപ്പൊ പിണറായി സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടി കുറെ മണ്ടന്മാരായ അണികളെ കൊണ്ട് ഒരു പാവത്തിന്റെ വാഹനം തല്ലി തകർക്കുന്നത് നമ്മൾ എല്ലാരും കണ്ടതാണ്. മറ്റാരുണ്ട് അടിമകളല്ലാതെ മറ്റാരുണ്ട്. എന്നിട്ട് പിന്നീടാണ് അണ്ണൻ അറിയുന്നത് ഈ വാഹനത്തിന്റെ ഉടമ ഡ്രൈവറായ അയാള് ഇവരുടെ സ്വന്തം പാർട്ടിക്ക് മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണ്. അന്ന് പാർട്ടി അവനൊരു വാഗ്ദാനം നൽകി, നീ പേടിക്കണ്ട, നിന്റെ വാഹനത്തിനുള്ള നഷ്ടപരിഹാരം ഞങ്ങൾ തരാം. അയാളുടെ ഉപജീവനം പോലും പ്രതിസന്ധിയിലായപ്പോഴാണ് CPM അതിൽ പ്രതിക്കൂട്ടിലാവുകയും CPM ഈ നഷ്ടപരിഹാരം കൊടുക്കാം എന്ന് പറയുകയും ചെയ്തു. 2 മാസം കഴിയുമ്പോഴത്തേക്കും ഇയാൾക്ക് 1 രൂപ പോലും നഷ്ടപരിഹാരം കൊടുത്തില്ല. അങ്ങനെ അന്ന് യാത്ര ചെയ്ത ഇ.ഡി. ഉദ്യോഗസ്ഥർ 1,80,000 രൂപയാണ് കൈമാറി നഷ്ടപരിഹാരം നൽകിയത്. ആ കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ഈ ടാക്സി ഉടമകൾക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഏതാണ്ട് 1.25 ലക്ഷം രൂപയാണ് തിരുവനന്തപുരം സ്വദേശിയായ ഒരു ടാക്സി ഡ്രൈവർക്ക് കൊടുത്തിട്ടുള്ളത്. പിണറായിയുടെ വാക്ക് കേട്ട് മണ്ടനായ കുറെ അണികളുണ്ട്. ഇ.ഡിയുടെ വണ്ടി തകർക്കാൻ പോയി. ഇപ്പൊ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉണ്ടേന്ന് തിന്ന് ജയിലിൽ കിടപ്പുണ്ട് 2 മാസമായിട്ട്. ഇപ്പൊ പിണറായിയുടെ മകളും പുറത്തിറങ്ങി അടിപൊളി ഒരു സ്വിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ LDF പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരുപാട് അണികൾ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളോട് പറയേണ്ട ഒരു ഏക കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ തന്നെ മുതിർന്ന നേതാവായ VS അച്യുതാനന്ദൻ മരിച്ചിട്ട് 1 വർഷമാകുമ്പോൾ അയാളുടെ ഓർമ്മക്കുറിപ്പ് പ്രിന്റ് ചെയ്തതിന് ശേഷം പ്രസിദ്ധീകരിക്കാൻ സമ്മതിക്കാത്ത ഒരു മറ്റേ മോനാണ് പിണറായി വിജയൻ. അയാൾ ഇനി സാധാരണക്കാരായ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ലോക മണ്ടന്മാർ. പിണറായിയെ നമ്പിനവൻ ഇതാണ് അവസ്ഥ.